ചിലപ്പോൾ ഏതെല്ലാം ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്? ശങ്കരൻ നായർ, ആ, പിന്നെ ശശികുമാർ, പിന്നെ AB രാജ്, പിന്നെ ഇന്ന് നിലവിലുള്ള കംപ്ലീറ്റ് ജോഷി സാറ്, എല്ലാവരും എല്ലാവരും ഇന്ന് നിലവിലുള്ളവർ വരെ. ചിലപ്പോൾ അന്നൊക്കെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നല്ലോ. ഇപ്പം ഔട്ട്ഡോർ ലൊക്കേഷൻ കാണാൻ പോവുക, പിന്നെ പ്രോഗ്രാംസ് പറയുക, ആർട്ടിസ്റ്റിനെ, അങ്ങനത്തെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ഇപ്പം അതേപോലെയാണോ അല്ല ഇപ്പോഴത്തേക്കും ചിലപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരുപാട് ശരിക്ക് ഞാൻ പറയാൻ വന്നത്, അന്ന് ഞാൻ ബസ്സിലും സൈക്കിളിലും ഒക്കെയാണ് പോയി പ്രോഗ്രാം പറയുന്നത്, ആർട്ടിസ്റ്റുകൾക്ക് പറയുന്ന ആ കാലത്ത്. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാവർക്കും മൊബൈലുണ്ട്, ഫോണുണ്ട്, കാറുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇന്നുണ്ട്. സൗകര്യം കൂടിപ്പോയി. പക്ഷെ സൗകര്യം കൂടിയപ്പോൾ ഈ പടത്തിൻ്റെ വില അങ്ങ് കുറയും. അത് ശരി. ടോട്ടൽ. അതായത് അന്നൊക്കെ കഥയ്ക്ക് വേണ്ടി മാത്രം അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുക. ഇന്നതല്ല, അഭിനേതാക്കൾക്ക് വേണ്ടി കഥ ഉണ്ടാക്കുക, അതുകൊണ്ടാണ് ഉണ്ടാക്കുക. അതാണ് ഫസ്റ്റ് ഇത് തോൽവിക്ക് കാരണം. അന്ന് സത്യം മാസ്റ്റർ അഭിനയിക്കണം എന്നൊരു കഥയുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യും, നമ്മുടെ പ്രൊഡ്യൂസർ അത് തീർച്ചയായിട്ടും അഭിനയിച്ചിരിക്കും. ഇന്ന് അങ്ങനെയല്ല. എക്സാമ്പിൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരവർക്ക് വേണ്ടിയിട്ടുള്ള കഥ ഉണ്ടാക്കി അവരവർക്ക് വേണ്ടി ഈ പടം പ്രൊഡ്യൂസ് ചെയ്ത്, അങ്ങനെ പ്രൊഡ്യൂസർമാർ നശിച്ചവരുണ്ട്, വിജയിച്ചവർ വളരെ വളരെ ചുരുക്കം. അതാണ് ഇന്നത്തെ നില. അതുകൊണ്ട് പടം ഇനി മേൽക്കൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ പടം എടുപ്പ് നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഇന്ന് മിനി സ്ക്രീനിലോട്ട് ഞാൻ വന്നു. മിനി സ്ക്രീനും ആ ലെവലിലാണ് ഉള്ളത്. അത് ശരി. ഇതും മുമ്പോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടും. നല്ല സബ്ജക്റ്റുകൾ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ വേറെ ആളുകൾ അതിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറുക, വേറെ ഒരു 10 എപ്പിസോഡ് എടുത്തു വെച്ചിട്ട് അതിനൊരു സോഴ്സ് ഉണ്ടാക്കി അവരതിൽ ചാടി കയറുക, ഇതിനെ കട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു കുഴപ്പത്തിൽ ഇന്ന് ഇതും നിലവിൽ. ഇതും വളരെ ബുദ്ധിമുട്ടി തന്നെ ഇനി മുമ്പോട്ട് പോകുമെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. അത് ശരി. ഇപ്പോൾ അന്ന് നമ്മൾ ഒരുപാട് ലൊക്കേഷൻസൊക്കെ പോയി കണ്ട് പിന്നെ അപ്രോച്ച് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ഈസി ആയിരുന്നു എന്ന് തോന്നുന്നു. ഈസി. ഇന്നിപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെ അല്ലെങ്കിൽ സീരിയലിന് വേണ്ടി തന്നെ കുറേ വീടുകളുണ്ട്. ഉണ്ട്. അത്ര കുറച്ചേ ഉള്ളൂ. സീരിയൽ കൂടിപ്പോയി. അത് ശരി. നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നമുക്ക് ഒരു 25 സീരിയൽ നടക്കുന്നുണ്ട്. എണ്ണപ്പെട്ട ലൊക്കേഷൻ വീടുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആർട്ടിസ്റ്റിനെക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇപ്പോൾ ലൊക്കേഷന് വേണ്ടിയാണ്. വീടുകൾ കിട്ടാനില്ല. നമ്മൾ പോകുമ്പോൾ വേറെ ആൾ ബുക്ക് ചെയ്തവർക്ക് അവർക്ക് ഏതെങ്കിലും സോഴ്സിൽ കൂടെ കയറി അര ദിവസം നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഈ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു അതാണ് 10 to 5 അങ്ങനെ 3 കാൾ ഷീറ്റ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് അങ്ങനെ ഒരു കാൾ ഷീറ്റൊന്നും ഇല്ല. ആർക്കാണ് കൈകാര്യം ചെയ്യാൻ പറ്റിയോ അവർ അങ്ങ് കയറിക്കൊള്ളുക. കഥയ്ക്ക് വേണ്ടി ആർട്ടിസ്റ്റിനെ തേടിയ കാലത്ത് കഥകൾ കാണാൻ വേണ്ടി ആഡിയൻസ് ഉണ്ട്, പടം ഓടിയിട്ടുണ്ട്. അതിൽ നിന്നും ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടുണ്ട്. അവരെല്ലാം മറഞ്ഞു നിൽക്കുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആർട്ടിസ്റ്റിന് വേണ്ടി കഥ ഉണ്ടാക്കുക, പിന്നെ എങ്ങനെ നിൽക്കും? കഥയ്ക്ക് വേണ്ടിയില്ല. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കഥയാണ്. ആർട്ടിസ്റ്റിനും ഇല്ലാതെ പറ്റിയില്ല. അതായത് ആർട്ടിസ്റ്റ് വേണം, ആ കഥയ്ക്ക് പറ്റിയ ആർട്ടിസ്റ്റ് വേണം. നമ്മളൊരു കഥ ഉണ്ടാക്കിയിട്ട് പോയി ഇത് പറ്റിയില്ല എന്ന് ഇന്നത്തെ ആർട്ടിസ്റ്റ് പറയുന്നു. ഞാൻ ചെയ്യുന്ന സബ്ജക്റ്റ് അല്ല ഇത്, പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാ? അവിടെയാണ് പണം മുടക്കുന്നത് പ്രൊഡ്യൂസർ. അയാളും ഡയറക്ടറും തീരുമാനിക്കുന്ന കഥയെ എടുത്താൽ വിജയിക്കില്ലെന്നുണ്ടോ? മുമ്പ് എങ്ങനെ വിജയിച്ചു, ഇപ്പോൾ എന്തുകൊണ്ട് ഇത് വിജയിക്കുന്നില്ല? അതിന് മറുപടി വേണം. ഇപ്പോൾ കാലഘട്ടങ്ങൾ മാറണം. കഥയ്ക്ക് പറ്റിയ അഭിനേതാക്കളെ സെലക്ട് ചെയ്ത് നമ്മൾ പടമെടുത്താൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഉണ്ടെങ്കിലല്ലേ പടം ഓടുള്ളൂ. എല്ലാവരും വേണമല്ലോ. അവിയലിൽ മറ്റേ മത്തങ്ങ മാത്രം മുറിച്ചിട്ടാൽ പോരാ, വെള്ളരിക്ക മാത്രം ഇട്ടാൽ പോരാ.
പിന്നെ വാഴക്ക മാത്രം ഇട്ടാൽ പോരാ, എല്ലാം ഉണ്ടെങ്കിൽ അവിയലാവൂ. അപ്പോൾ അതുകൊണ്ട് കഥയിൽ എല്ലാവരും വേണം. ഹീറോ മാത്രം പോരാ, ഹീറോയിന് മാത്രം പോരാ, സൈഡിലുള്ള എല്ലാ മസാലകളും ഉണ്ടെങ്കിൽ മാത്രമേ രസിക്കുകയുള്ളൂ, ആഡിയൻസ് രസിക്കൂ. ആഡിയൻസ് രസിച്ചാൽ മാത്രമേ ഇത് വിജയിക്കാൻ സാധ്യതയുള്ളൂ. പ്രോജക്റ്റ് നന്നാവും. വിജയിക്കാൻ സാധ്യതയുണ്ട്, പ്രൊജക്റ്റ് നന്നാവും.